മലപ്പുറം നിലമ്പൂർ സ്വദേശി ഇർഷാദ് സ്രാമ്പിക്കല്ല് സംസ്ഥാന കലോത്സവ വേദിയിലെത്തിയത് 12 ശിഷ്യരുമായാണ്. വിവിധ ജില്ലകളിൽ നിന്നായുള്ള 12 കുട്ടികൾ ഇർഷാദിന്റെ ഈണത്തിൽ മാപ്പിളപ്പാട്ട് വേദിയിലെത്തി. ഇത് നിലമ്പൂരുകാരൻ ഇർഷാദ് സ്രാമ്പിക്കല്ല്. ഇശലുകൾ പെയ്തിറങ്ങുന്ന മാപ്പിളപ്പാട്ട് വേദിയിൽ 12 കുട്ടികളാണ് ഇർഷാദ് ഈണം നൽകിയ പാട്ടുമായി എത്തിയിരിക്കുന്നത്. പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമായി. സംഗീതത്തിന് മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. മാലിക്കുന്ന സരിതൻ വിളിയാൽ വന്നേ ജനുസവർ മടവികൾ സുതർ ചേർന്നിട്ടടർക്കള പുകിന്തവർ ഹുനൈൻ വാദിക്കടുത്ത് വന്നേ. ഇത് ജിനേഷ്, നന്ദിയോട് SKVHSSലെ +2 വിദ്യാർത്ഥിയാണ്. 2 വർഷമായി എൻ്റെ പാട്ടാണ് ജിനേഷ് പാടുന്നത്. ജിനേഷിന് എൻ്റെ 13 പാട്ടുകൾ പാടുന്ന ശിഷ്യന്മാരിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥിയാണ്, എൻ്റെ ശിഷ്യനാണ്. അച്ഛനും അമ്മയും ഇല്ലാതെ വളരുന്ന ഒരു കുട്ടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യത്തിൽ എൻ്റെ ശിഷ്യന്മാരിൽ പ്രത്യേക ശ്രദ്ധ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷവും അവന് 1ാം സ്ഥാനത്തോടു കൂടി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്ന് ഇവിടെ മത്സരിക്കുമ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക്, അവൻ്റെ പാട്ട് ചിട്ടപ്പെടുത്തിയ സംഗീത സംവിധായകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്. മാപ്പിള കലാരംഗത്ത് ഗായകനായും പരിശീലകനായും സംഗീത സംവിധായകനായും വിധികർത്താവായും നിറഞ്ഞു നിൽക്കുകയാണ് ഇർഷാദ്. മതം മധുമുതിരിടാനങ്ങൈ തുടങ്ങേ കത്തിലിൻ കൊടും ചതി കടുമായനെ ബീന നീശപ്പതി അതിമിക മധുമതി ചിതമതിലായ തേറിയ ഹത്തിം നേതാറുസുലിൻ പല കാലമിലും കബിലാൽ കിലയാ. സംസ്ഥാന സർക്കാരിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് നേടിയ സന്തോഷവും ഇക്കുറി ഇർഷാദിനുണ്ട്. കലോത്സവ വേദിയിൽ ഏറ്റവും കൂടുതൽ ശിഷ്യരെ പങ്കെടുപ്പിക്കുന്ന പെരുമയും ഇർഷാദിനാണ്. അതും 8 ജില്ലകളിൽ നിന്നായുള്ള 12 കുട്ടികൾ. എത്ര അകലെയാണെങ്കിലും സംഗീതം മനുഷ്യരെ കൂട്ടിമുട്ടിക്കുന്നത് കണ്ടില്ലേ? എത്ര മനോഹരമാണ്. ക്യാമറ പേഴ്സൺ നിതീഷിനൊപ്പം അഖില രവീന്ദ്രൻ, ന്യൂസ് മലയാളം.